ഏഷ്യ കപ്പിലെ ഇന്ത്യൻ വിജയം ആ ഒരു ത്രില്ലിലാണ് ഇപ്പോഴും നമ്മളെല്ലാവരും. കാരണം ആ ഒരു ആവേശം 3 മത്സരങ്ങളിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ സാധിച്ചു. അതുമാത്രമല്ല, ഒട്ടേറെ മികച്ച അനുഭവങ്ങൾ, മികച്ച മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ശരിക്കും യുദ്ധമുഖത്ത് ഇന്ത്യൻ സൈന്യം എന്താണോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ആ ഒരു യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ, ഓപ്പറേഷൻ സിന്ദൂറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചത്. അതുമാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോൺസ് പാകിസ്ഥാൻ ടീമിന് അതും ഗംഭീരമായിരുന്നു എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ്റെ എല്ലാ അടവുകളും ഇന്ത്യക്ക് മുന്നിൽ തകർന്നു തരിപ്പണമായി എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ നമുക്കിതെല്ലാം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചില ആളുകൾ, നമ്മുടെ കേരളത്തിലെ കാര്യം എടുക്കാം, അവിടെ ചില ആളുകൾക്ക് ഇത് അത്ര സന്തോഷം നൽകുന്നില്ല. അവരിതിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റുമായിട്ടൊക്കെ ചേർത്ത് വായിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഇന്ത്യൻ ടീമിൻ്റെ നിലപാട് പാകിസ്ഥാനെതിരെ, ശത്രു രാജ്യമായ ക്രോസ് ബോർഡർ ടെററിസം മുന്നോട്ട് കൊണ്ടുപോകുന്ന, എപ്പോഴും ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം നടത്തുന്ന ചതിയന്മാരായ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനെതിരെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ രാഷ്ട്രത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെ ഇന്ത്യൻ താരങ്ങൾ സ്വീകരിച്ച നിലപാട് ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചില മാനവികതയുടെ പേരൊക്കെ പറഞ്ഞ് ആളുകൾ പങ്കുവയ്ക്കുന്നത്. അതായത് ഹസ്തദാനം നൽകാത്തത് ശരിയായില്ല, അതുകൂടാതെ ഫോട്ടോ സെഷനൊപ്പം നിൽക്കണമായിരുന്നു, കൈ കൊടുക്കണമായിരുന്നു. അതുകൂടാതെ തന്നെ ഇന്ത്യ അവസാനം സ്വീകരിച്ച നിലപാട്, പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് കപ്പ് വാങ്ങാൻ ഇന്ത്യ തയ്യാറാകാത്തതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ചേർന്നതല്ല. സ്പോർട്സും രാഷ്ട്രീയവും രണ്ടാണെന്നുള്ള ക്ലാസ്സൊക്കെ എടുക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇതിലൊരു കാര്യം പറയാൻ പറ്റും, വ്യക്തമായി തന്നെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊരു അഭിമാന വിജയം തന്നെയാണ്. കാരണം നമ്മുടെ ബദ്ധ ശത്രുക്കളായ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ആധികാരികമായ വിജയമാണ് നേടാൻ സാധിച്ചത്. 90കളിലൊക്കെ കളി കണ്ടവർക്ക് ചിലപ്പോൾ ആ ഒരു സ്പിരിറ്റ് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അന്നൊക്കെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനെതിരെ വിജയിക്കാൻ എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ഒരു എക്സെപ്ഷനാണ്. അത് മാറ്റി നിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് മുമ്പിൽ തകർന്നടിയുന്ന ഇന്ത്യൻ ടീമിനെ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ബോഡി ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നു, അവരുടെ ഒരു ആധിപത്യമായിരുന്നു എല്ലാ അർത്ഥത്തിലും. ആ രീതി കംപ്ലീറ്റ് മാറി ഇന്ത്യ തുടർച്ചയായിട്ട് പാകിസ്ഥാനെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വളരെ അഭിമാനകരമായ ഒരു വിജയമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏഷ്യ കപ്പ് നേടി നൽകിയിരിക്കുന്നത്. കാരണം പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന ഈ ഒരു ടൂർണമെൻറ്റ് വലിയ ചർച്ചയായിരുന്നു. ഇന്ത്യൻ ടീം പങ്കെടുക്കണോ പങ്കെടുക്കേണ്ടേ എന്നുള്ളത്. കാരണം BCCIയുടെ നിലപാടിനെ വിമർശിച്ച് പലരും രംഗത്ത് വന്നിരുന്നു. ഇത് ബഹിഷ്കരിക്കണമായിരുന്നു, പാകിസ്ഥാനെതിരെ കളിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. പക്ഷേ ഇന്ത്യൻ ടീം വളരെ ധീരോദാത്തമായ രീതിയിൽ തന്നെ പാകിസ്ഥാനെതിരെ കളിച്ചു. 3 മത്സരങ്ങളിൽ അവരെ പരാജയപ്പെടുത്തി ഒടുവിൽ ട്രോഫിയും നേടി എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ കുത്തിത്തിരിപ്പുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഒന്നുമല്ല. ഇത് 2 ആളുകളാണ് പ്രത്യേകമായും ഇത്തരം പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഒന്ന്, മതമാണ് അവർക്ക് പ്രധാനം. അത് ഏത് രാജ്യത്താണെങ്കിലും അവരുടെ മതമാണ് അവർക്ക് പ്രധാനം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശ് കളിക്കാരെ ട്രോളുമ്പോൾ അവർക്ക് വികാരം പുറത്തു വരും, അല്ല അവരുടെ വികാരം പൊട്ടിപ്പുറപ്പെടും. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം പാകിസ്ഥാൻ താരങ്ങൾ അമിതമായിട്ട് വിമർശിക്കുമ്പോഴും അവർക്ക് ആ ഒരു വികാരമുണ്ട്. അതൊരു പാൻ ഇസ്ലാമിസ്റ്റ് മൈൻഡ് സെറ്റുള്ള ചില തീവ്ര ചിന്താഗതിക്കാരാണ്. നമ്മുടെ കേരളത്തിൽ ഇവരുടെ എണ്ണം ഇപ്പം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരം പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് മാനവികതയുടെയൊക്കെ പേരൊക്കെ വെറുതെ പറയുന്നത്, അതൊരു മേമ്പൊടിയായിട്ട് പറയുന്നുള്ളൂ, നേരിട്ട് പറയാനൊരു മടി, അത്രയേ നമ്മൾ കണ്ടാൽ മതി. ഇപ്പോൾ സ്പോർട്സിൽ ഇതേ വിഭാഗക്കാർ, ഇപ്പം ഈ മാനവികതയൊക്കെ പറയുന്ന, സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ പറയുന്ന ആൾക്കാർ മറ്റൊരു നിലപാട് സ്വീകരിക്കും. എവിടെയെന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ അടുത്ത വേൾഡ് കപ്പ് കളിക്കുകയാണെങ്കിൽ അവരെ ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനമായിട്ട് അവർ രംഗത്ത് വരും. ഇപ്പം തന്നെ അതിൻ്റെ ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് അർജൻറ്റീന ടീമിനെതിരെയുള്ള വിമർശനം വലിയ തോതിലുണ്ടായിരുന്നു. അർജൻറ്റീന ടീമിനെ ബഹിഷ്കരിക്കണം. കാരണം അർജൻറ്റീനയിലെ ഗവൺമെൻറ് പലസ്തീൻ രാഷ്ട്രത്തെ അനുകൂലിച്ചല്ല, എതിർത്താണ് വോട്ട് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ വിഷയമാക്കി എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് ഇരട്ടത്താപ്പാണ്. അവർക്ക് വേണ്ടത് അവരുടെ മതമാണ് അവർക്ക് പ്രധാനം, അതിനുപരിയായിട്ട് അവർക്കൊരു ചിന്തയില്ല. അതുകൊണ്ട് നമ്മൾ അവരെ നന്നാക്കാൻ നിൽക്കുന്നത് ഒട്ടും ആശാസ്യമല്ല എന്നാണ് തോന്നുന്നത്. അവരുടെ നിലപാട് മാറ്റുകയില്ല. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും പ്രശസ്തരാകണം. കാരണം എല്ലാവരും ഇന്ത്യയെ പുകഴ്ത്തുന്നു, പ്രശംസിക്കുന്നു, ആ രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്നു. അപ്പം ഞങ്ങളൊരു വേറിട്ട രീതിയിൽ ചിന്തിക്കുന്നവരാണ്, ഞങ്ങൾ ബുദ്ധിജീവികളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ലിബറലുകളാണെന്ന് തെളിയിക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ട്. ചില ഇടത് ആശയമൊക്കെ ഉള്ള ലിബറൽസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, അവർ ഒരു റോക്ക് സ്റ്റേറ്റാണ്. ആ റോക്ക് സ്റ്റേറ്റിനെ നമ്മൾ മര്യാദ പഠിപ്പിക്കേണ്ടതില്ല. അവരോട് നമ്മൾ
സ്പോർട്സ്മാൻ സ്പിരിറ്റും കാണിക്കേണ്ടതില്ല. കാരണം നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് പാകിസ്ഥാൻ താരങ്ങൾ മൈതാനത്ത് കാണിച്ചു കൂട്ടിയത് എന്നുള്ളത്. കാരണം വെടിവെച്ച് വീഴ്ത്തുന്നതിൻ്റെ ആംഗ്യം കാണിക്കുന്നു, റഫേൽ വിമാനം വെടിവെച്ച് വീഴ്ത്തിയതിൻ്റെ ആംഗ്യം കാണിക്കുന്നു. ഇത്തരം താരങ്ങളാണ് പാകിസ്ഥാനിലുള്ളത്. പാകിസ്ഥാനിലെ ഇപ്പോൾ ഈ അബ്രാർ മുഹമ്മദ് എന്ന് പറയുന്ന പ്ലെയർ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ടീസ് ഫെൻറ്റാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു. സ്വാഭാവികമായിട്ടും അഭിനന്ദൻ വർദ്ധമാനെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു പോസ്റ്റാണ് ഇട്ടത്. അതുകൂടാതെ ഫഹീം അഷ്റഫ് എന്ന് പറയുന്ന മറ്റൊരു താരം, ഏഷ്യ കപ്പ് കളിച്ച താരം തന്നെയാണ്, അയാളുടെ ഒരു പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്, അതായത് ഒരു പാക് പട്ടാളക്കാരൻ ഒരു ഇന്ത്യൻ വനിതയെ, ഒരു യുവതിയെ സിന്ദൂരമണിയിക്കുന്ന രീതിയിൽ, അതും ഒരു ശരിക്കും ഇന്ത്യയെ അപമാനിക്കുന്ന രീതിയിൽ ഉള്ള പോസ്റ്റുകളാണ്. പിന്നെ ഈ പറയുന്ന കപ്പും കൊണ്ട് ഓടിയ കക്ഷിയുണ്ടല്ലോ, നമ്മുടെ ആഭ്യന്തരമന്ത്രി, പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയും ACC ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനുമൊക്കെയായ മൊഹ്സിൻ നഖ്വി, അയാൾ സ്ഥിരമായിട്ട് ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു മന്ത്രിയാണ്, അവിടുത്തെ ആഭ്യന്തരമന്ത്രിയാണ്. ഇപ്പോൾ ഓൾറെഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തപ്പോൾ, ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് ട്വീറ്റ് ചെയ്തപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ഈ വിജയമാണ്, യുദ്ധവിജയമാണ് നിങ്ങളുടെ അഭിമാനത്തിൻ്റെ അളവുകോലെങ്കിൽ പാകിസ്ഥാനോട് ചരിത്രത്തിൽ നിങ്ങൾ ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഏത് യുദ്ധത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെട്ടത്? അവരുടെ മൈൻഡ് സെറ്റേ അതാണ്, വിജയം അവർക്ക് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാജയത്തെ ആഘോഷിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ഇത്തരം ഒരു റോക്ക് സ്റ്റേറ്റിന്, എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ നമ്മൾ ഈ രീതിയിൽ തന്നെ കണ്ടാൽ മതി. അവരുടെ നിലപാട്, അവരിത്ര വലിയ പുണ്യാളന്മാരാണെങ്കിൽ അവർ ജെന്റിൽമാൻ അപ്രോച്ച് കളിക്കളത്തിൽ കാണിക്കണം. അത് ഇല്ലാതെ പിന്നെ നമ്മൾ മാത്രം ജെന്റിൽമാൻ അപ്രോച്ച് കാണിക്കണം എന്ന് പറയുന്നത് വെറും ബോഷ്കാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആ ഒരു ആധികാരിക വിജയം, പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും ഡെമോളിഷ് ചെയ്ത ആ ഒരു വിജയം, അത് നമ്മൾക്ക് നൽകുന്ന, ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തി വളരെ വലുതാണ്. സ്പോർട്സ് വൈകാരികം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് പാകിസ്ഥാനെതിരെയാകുമ്പോൾ. അപ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ നമുക്ക് കാണാം. അതിനെ എതിർക്കുന്നവർ എതിർത്തോട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് വളരെ ഒരു ന്യൂനപക്ഷമാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടി വരും.